ഹലോ ഫ്രണ്ട്സ്, ഓലിയിൽ നിന്നുള്ള അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഓലിയിലെ ഒരു മലമുകളിലുള്ള ഗുർസോൺ മെഡോസ് എന്ന വലിയ ഒരു മൈതാനം കാണുവാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ നിന്നും നടന്നും ലിഫ്റ്റ് വാങ്ങിയുമാണ് ഞങ്ങൾ ഓലിയിൽ ഇന്നെത്തിച്ചേർന്നത്. ഇത് ഓലിയിലെ സ്കീ റിസോർട്ടിലേക്കുള്ള എൻട്രിയാണ്. മൊത്തം മഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളാണിപ്പോൾ. വേനൽ മാസങ്ങളായതുകൊണ്ട് ഒട്ടും മഞ്ഞില്ല, പക്ഷെ നല്ല കാലാവസ്ഥയും നല്ല കാഴ്ചകളുമുള്ള സ്ഥലം. അപ്പം ഓലി സ്കീയിങ്ങിന് വളരെ ഫേമസ് ആണല്ലോ. ഇവിടെയും കുറേ റിസോർട്ട്സൊക്കെ കാണുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ റിസോർട്ട്സും ഉണ്ട്. ഗഡ്വാൾ വികാസ് പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്. ഇപ്പോഴൊക്കെ ആളൊഴിഞ്ഞിരിക്കുന്ന സമയമാണെങ്കിലും വിൻ്റർ മാസങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കുള്ള സമയങ്ങളാണ്. നല്ല കുത്തനെയുള്ള കയറ്റം കയറിയാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ ശരിക്കും അണയ്ക്കുന്നുണ്ട്. അതുപോലെ ഓക്സിജന്റെ ലെവലും ഇവിടെ താഴ്വരയേക്കാൾ കുറവാണല്ലോ. നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ മൊത്തം മഞ്ഞിനിടയിലാകുന്നു ഈ ഓലി എന്ന ചെറിയ പട്ടണം. നിഖിൽ എന്ന ഗൈഡാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഇന്ന് ഞങ്ങളുടെ കൂടെ നിഖിലുണ്ട്. നിഖിലാണ് ഞങ്ങളുടെ ഗൈഡ്. ഞങ്ങളിപ്പം ഗുർസോൺ ബുഗ്യാലിലോട്ട് നടന്നു പോവുകയാണ്. क्या खासियत है निखिल जी? बुग्याल में अच्छा व्यू मिलेगा आपको. एक तो 360 डिग्री का व्यू मिलता है. थोड़ा सा क्लाउडी है, बट जिस टाइम भी आपको वेदर क्लियर मिलेगा तो बहुत बढ़िया व्यू, नेचुरल जो व्यू होता है, अच्छा वो व्यू बहुत अल्टीमेट व्यू मिलता है. अच्छा उधर ना जी. तो ठीक है, मौसम क्लियर हो गया तो जी, मौसम क्लियर हो गया तो अच्छा व्यू मिलेगा. अच्छा व्यू मिलेगा. और उसके साथ साथ अभी क्या है, नेचुरल फ्लावर्स जो आपका वैली ऑफ फ्लावर है, उसकी 20 वेराइटीज यहाँ पे भी मिलती है. अच्छा मिलता है. ये बुग्याल है, घास का एक बहुत बड़ा मैदान आपको 5-6 किलोमीटर का ओपन है. काफी बड़ा है जी. ठीक है, गुड. ഇവിടെ നിന്നും 500 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ചേർക്കാരിൽ കയറി സ്കീയിങ് മൗണ്ടിന്റെ മുകളിലെത്താം. പക്ഷേ ഞങ്ങളിന്ന് നടന്നാണ് പോകുന്നത്. മഞ്ഞുകാലത്ത് ചേർക്കാരിൽ പോകാതെ വേറെ നിവൃത്തിയില്ല. പക്ഷെ ഇപ്പോൾ നടക്കാൻ പറ്റിയ സമയമാണ്. ഈ കാണുന്ന വഴിയിലൂടെ മുകളിലോട്ട് നടന്നു പോയാൽ നമുക്ക് ഈ സ്കീയിങ് സ്ലോപ്പിൻ്റെ മുകൾ ഭാഗത്തെത്താം. അവിടം വരെയാണ് ചേർക്കാറുള്ളത്. ഈ ദൂരം നടന്ന് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്നും പിന്നെയും ഏതാണ്ട് 1.5 മണിക്കൂർ നടന്നു വേണം നമുക്ക് ഗുർസോൺ ബുഗ്യാലിൻ്റെ മുകളിലെത്തുവാൻ. 5 തൊട്ട് 6 മണിക്കൂർ വരെ സമയമുണ്ടെങ്കിൽ നമുക്ക് ഗുർസോൺ ബുഗ്യാലിൽ പോയി കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാം. ഈ കാണുന്ന പൈപ്പ് ലാംപ് പോസ്റ്റ് പോലുള്ള സ്ഥാനത്തിൻ്റെ പേര് സ്നോ ഗൺ എന്നാണ്. ഇത് 24ാം സ്നോ ഗണ്ണാണ്. ഇങ്ങനെ മണ്ടയ്ക്കോട്ട് ഇനിയും 23 ഉണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ താഴ്വരയിൽ മഞ്ഞുകാലത്ത് എവിടെയെങ്കിലും മഞ്ഞില്ലാതെ വരുമ്പോൾ, സ്നോ ഇല്ലാതെ വരുമ്പോൾ ഗെയിംസൊക്കെ തടസ്സപ്പെടുമല്ലോ. ആ സമയത്ത് ഇത് ഹൈ പ്രഷറിൽ വെള്ളം പമ്പ് ചെയ്തിട്ട് താഴെ ഫൗണ്ടൻ, സ്നോയുടെ ഫൗണ്ടൻ ഉണ്ടാക്കിയിട്ട് ആ ഫൗണ്ടൻ നിരപ്പാക്കുമ്പോൾ അവിടെ എല്ലാം മഞ്ഞാകും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണിത്. സ്പ്രേയറാണ്, ഹൈ പവറുള്ള സ്പ്രേ ആണിത്. ഈ ചെയർ ലിഫ്റ്റ് വരുന്ന സ്ഥലത്ത് വരെ എത്തിയിരിക്കുകയാണ് മണ്ടയ്ക്ക്. ഇനി നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പം ഗുർസോൺ ബുഗ്യാലിൻ്റെ ട്രെക്കിംഗ് ആണ്. അപ്പോൾ അതിനുവേണ്ടി പോകാൻ നടന്നു പോകും. ഇവിടം വരെ എത്താൻ നമുക്ക് ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറേ എടുത്തിട്ടുള്ളൂ. വലിയ സമയം എടുക്കുന്നില്ല. മഞ്ഞില്ലാത്ത സമയത്ത് സുഖമായിട്ട് നമുക്ക് നടന്ന് കവർ ചെയ്യാമെന്ന് ഏരിയയാണ്. വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകാം. നമ്മുടെ ഫ്രണ്ട്സ് താഴെ നടന്നു വരുന്നുണ്ട്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ ആർട്ടിഫിഷ്യൽ ലേക്ക് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇത്
ഇവിടെ നിന്നാണ് താഴെ നമ്മൾ കണ്ടില്ലേ സ്പ്രേയേഴ്സ് കണ്ടില്ലേ, സ്നോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്നോ സ്പ്രേയേഴ്സ്. അതിൻ്റെ വെള്ളം ഇവിടെ നിന്നാണ് അവർ സോഴ്സ് ചെയ്യുന്നത്. ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് നല്ല ഫോഴ്സിൽ നമ്മൾ കണ്ട സ്നോ സ്പ്രേയിങ് മെഷീനോട്ട് വിടും. അവിടെ അത് ഫൗണ്ടൻ ഉണ്ടാക്കിയിട്ട് സ്നോ ആയിട്ട് മാറ്റും. അതിനുവേണ്ടിയുള്ള ലേക്കാണിത്. ടോപ്പിലാണ് ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. 40,000 രൂപയ്ക്ക് 7 ദിവസത്തെ ട്രെയിനിങ്ങാണ്. ആഹാരവും താമസവും ഉൾപ്പെടെ, സ്കീയിങ് എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെടെ 40,000 രൂപയുടെ ബേസിക് സ്കീയിങ് ട്രെയിനിങ് ഈ ഭാഗത്ത് GVMൻ്റെ നേതൃത്വത്തിൽ കൊടുക്കുന്നുണ്ട്. താഴത്തെ കണ്ട വലിയ സ്ലോപ്പിൽ അഡ്വാൻസ് ട്രെയിനിങ് ആണ്. അത് 14 ദിവസത്തെയാണ്. അതും ചെയ്യുന്നവരുണ്ട്. അപ്പം വിൻ്റർ മാസങ്ങളിൽ നവംബർ തൊട്ട് ഫെബ്രുവരി വരെയാണ് സ്കീയിങ്ങിൻ്റെയൊക്കെ സമയം. 1962 യുദ്ധം നടന്നപ്പോൾ, ഇന്ത്യ ചൈന വാർ നടന്നപ്പം ഉപയോഗിച്ച ഒരു ഷെല്ലാണ്. ഷെല്ലിൻ്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഈ പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം ഇത് കാണാൻ കഴിയുന്നുണ്ട്, കിട്ടും. കണ്ടില്ലേ, 1962 ഉപയോഗിച്ച ഏതോ ഷെല്ലിൻ്റെ ബാക്കിയാണ്. ഇത് നമുക്ക് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അപ്പോൾ ഇവിടെ തന്നെ നമുക്കിത് ഉപേക്ഷിക്കണം. അങ്ങനെ ഈ വിശാലമായ മൈതാനത്ത് നമ്മൾ ചെറിയ പുഷ്പങ്ങളും ചെടികളും ഒക്കെ കണ്ടു തുടങ്ങി. ഹിമാലയത്തിൽ മാത്രമുണ്ടാകുന്ന ചില ചെടികൾ. മഴ കഴിഞ്ഞ് ആകാശവും തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആകാശത്ത് മേഘങ്ങൾ തങ്ങളുടെ ചിത്രപ്പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹെർസോൺ ബുഗിയാലിലേക്ക് പോകാൻ നമുക്ക് ഇവിടുന്ന് 50 രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുക്കണം. നമ്മുടെ കൂടെ വരുന്ന ഗൈഡിന് ടിക്കറ്റ് കമ്പൽസറി ആണ്. ഗൈഡില്ലാതെ ഇവിടുന്ന് മുകളിലോട്ട് പോകാൻ അവർ അനുവദിക്കത്തില്ല. കാരണം എപ്പോഴും മേഘമൊക്കെ വരുന്നുണ്ട്, കാട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് വഴിയെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗൈഡില്ലാതെ ഈ വരി അത് നമ്മളെ കയറ്റി വിടില്ല. 50 രൂപയുടെ ടിക്കറ്റാണ് ഇവിടുന്ന് എടുക്കേണ്ടത്. अभी कितना सवारी जाता है इसी मौसम में? सर ऐसा फिक्स नहीं है, कई बार जब ग्रुप चलते हैं तो काफी लोग पैसे बहुत कम हो गए ना? एवरेज ही मान के चलो 20-25 लोग बस। सीजन में तो काफी रहता है सर, काफी रहता है ना? 400-500 अच्छा, 1000 तक भी चले जाते हैं. ഇപ്പം 10-15 പേരേ ഉള്ളൂ ഒരു ദിവസം പോകുന്നവർ. സീസൺ സമയത്ത് 500-600 പേര് യാത്ര ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടെ നമുക്ക് ഈ എൻട്രി പോയിന്റിൽ നിന്ന് അകത്തോട്ട് പോകണമെങ്കിൽ ഗൈഡ് മസ്റ്റാണ്. ഇവിടെ കുറേ പശുക്കൾ മേയുന്നുണ്ട്, അവർക്ക് ഗൈഡ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഗുർസോൺ ബുഗിയാലിലെ ഈ ട്രെയിൽ നേരെ ചെന്നെത്തുന്ന ഒരു 360 ഡിഗ്രി വ്യൂ പോയിന്റിലാണ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എല്ലാം മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ മഞ്ഞില്ല. മഞ്ഞ് കാലത്ത് വന്നാൽ വേറൊരു കാഴ്ചയായിരിക്കും കാണാക്കുന്നത്. ആ സമയത്ത് ട്രെയിൽ നടത്താൻ വലിയ പ്രയാസമായിരിക്കും. കണ്ടില്ലേ, മൊത്തം മണ്ണാണ്. അതുകൊണ്ട് ട്രെയിനിൽ പോകാൻ വലിയ പ്രയാസമായിരിക്കും. കുതിരപ്പുറത്ത് പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഇത് ടഫാണ് കുതിരപ്പുറത്ത് പോകാൻ. താഴെ വീണാൽ നമ്മുടെ സ്ഥിതി പറയേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? टफ है इजी है, टफ है इजी है, थोड़ा भी चलना. കണ്ടിട്ട് നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിന്നാണ് കയറുന്നത്. പ്രസാദ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. അതെ, ഇത് ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഈ ട്രെയിലൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോവുകയുള്ളൂ താഴെ വരെ വന്നിട്ട്. പക്ഷേ ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്. നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാത്ത കാര്യങ്ങൾ. കണ്ടില്ലേ, ഇതാ ഇങ്ങനെയുള്ള കയറ്റമാണ് നമുക്ക് ഇനി കയറാനുള്ളത്. അതും നടന്നു തന്നെ കയറണം, എന്നാലേ അതിൻ്റെ ഒരു സുഖമുള്ളൂ. മരങ്ങളെല്ലാം ഗോൾഡൻ ഓക്ക് വിഭാഗത്തിൽപ്പെട്ടതാണ്. 2500 മീറ്ററിന് മുകളിലുള്ള മരങ്ങളാണിത്. ഇതിന് താഴെ 2500 മീറ്റർ താഴെയുള്ള ഓക്ക് സിൽവർ ഓക്കായിരിക്കും. ഈ ഓക്കിന് കണ്ടില്ലേ, ഇലകൾക്കൊക്കെ ഒരു സ്വർണ്ണ കളറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഗോൾഡൻ ഓക്ക് എന്ന് പറയുന്നത്.
കണ്ടില്ലേ? ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഗോൾഡൻ ഓക്ക് ഫോറസ്റ്റിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് ഓക്കിൻ്റെ വിത്താണ്, കണ്ടില്ലേ? ബ്രൗൺ കളറിൽ. ഇത് കഴിക്കാൻ കൊള്ളത്തില്ല. ഈ സമയത്ത് ഇത് വിത്ത് പൊഴിയുന്ന സമയമാണ്. കണ്ടില്ലേ ഓക്ക് ട്രീസ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. വലിയ പൊക്കമില്ലാത്ത മരങ്ങളാണ് ഓക്ക് ട്രീസ്. ഇടയ്ക്കൊക്കെ നമുക്ക് 1-2 പൈൻ മരങ്ങളും കാണാൻ നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന ഓക്ക് തടികളിൽ പലതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇപ്പോൾ ഓക്ക് മരം കട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഗവൺമെൻറ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് താഴെ വീഴുന്ന തടികൾ അവിടെ തന്നെ കിടന്ന് ദ്രവിച്ചു പോവുകയാണ് പതിവ്. വീണ്ടും എടുക്കുന്ന ഓക്ക് മരം കണ്ടില്ലേ? മരത്തിൻ്റെ ഒരു സ്വത്തും നമ്മൾക്ക് പുറത്തു കൊണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ മരം ഇവിടെ തന്നെ കിടന്ന് ദ്രവിച്ചു പോവുകയാണ്. ലക്ഷക്കണക്കിന് രൂപ വരെയുള്ള മരങ്ങളാണ്. പക്ഷേ ഇപ്പം കാലം അതിൻ്റെ കരവിൽ തുടങ്ങി കഴിഞ്ഞു. കണ്ടില്ലേ? നിറച്ചും ആൽഗയും അതുപോലെ ഇത്തളും പടർന്ന് പിടിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? വർഷങ്ങളെടുത്തായിട്ടായിരിക്കും ഈ മരം നശിച്ചു പോകുന്നത്. കാട്ടിലെ കുമ്പളൊക്കെ ഈ മരത്തിനെ പൊതിഞ്ഞു കഴിഞ്ഞു. റെസ്റ്റ് ഇൻ പീസ് ഡിയർ ഓക്ക് ട്രീ. നടത്തത്തിൻ്റെ 1ാം ഘട്ടം പിന്നിട്ടപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തു. അതെ, ഞങ്ങളിങ്ങനെ ഈ ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗൈഡ് എന്തായാലും വേണം. കാരണം നമ്മൾ ഈ വോക്കിംഗ് ട്രെയിൽ അല്ലാതെ പോയാൽ വഴി മാറിപ്പോയാൽ ഇടയ്ക്കൊക്കെ ഈ മേഘങ്ങൾ വന്നിട്ട് ഇത് മൊത്തം മറിയും, കോടമഞ്ഞ് വന്നിട്ട്. അപ്പോൾ നമുക്ക് റൂട്ട് തെറ്റാൻ സാധ്യതയുണ്ട്. അന്നേരമാണ് തിരിച്ചു പോകുന്നത് കഠിനമാകുന്നത്. നമുക്ക് വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വഴികളും ഈ അടയാളങ്ങളൊക്കെ കാണാപ്പാടമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗൈഡുകളെ കമ്പൽസറി ആക്കി. അതുപോലെ ഇവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ ഒരു ഇൻകം ആവുമല്ലോ. 1000 തൊട്ട് 1500 രൂപ വരെയാണ് ഗൈഡിൻ്റെ ഫീസ്. ഞങ്ങളുടെ ഓഫീസിനായിട്ട് നിഖിലിന് 1000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. നിഖിൽ വളരെ ഹാപ്പിയാണ്. കേട്ടോ, ഞങ്ങളുടെ കയറ്റം അങ്ങനെ അവസാനിക്കുന്നില്ല. ഞങ്ങളുടെ ഗൈഡ് നിഖിൽ പറഞ്ഞത് ഇനിയും കുറേ കൂടെ കയറ്റാനുണ്ടെന്നാണ് പറഞ്ഞത് കയറാൻ. അപ്പോൾ കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ഈസി അല്ല, പക്ഷേ ഇതൊരു എൻജോയ്മെൻ്റ് ആണ്. ഇതൊക്കെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഈ കയറ്റം കയറി ഈ മെഡോസിലെത്തുന്ന കാഴ്ച, ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്ന കാഴ്ച ഒരു പക്ഷേ വളരെ സൗന്ദര്യമുള്ളതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ക്രീപ്പേഴ്സ് കണ്ടല്ലേ? ഒന്ന് ഇത് വെള്ള നിറമാണ് ഇച്ചിട്ടുള്ളത്, ഈ കാണുന്നത് ഇച്ചിരി പച്ച നിറമുള്ളത്. ഈ രണ്ടിൻ്റെയും ഉപയോഗമുണ്ട്, ധാരാളം ഉപയോഗമുണ്ടെന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. ഇത് നമ്മുടെ പെരയ്ക്ക് കുമ്മായ അടിക്കുമ്പോൾ നിഴലുണ്ടാക്കാൻ വേണ്ടി ഇത് ഉണക്കി പൊടിച്ചിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ വീട്ടിൽ ലീക്കേജൊക്കെ ഉണ്ടെങ്കിൽ ഇത് പശയുടെ കൂടെ ചേർത്തിട്ട് ആ ലീക്കേജ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കും. कि ये जो जड़ी बूटियां हैं, हाँ, 4-5 बीमारी, बड़ी बड़ी बीमारियों में जितना अभी इनका आयुर्वेद में इलाज के थ्रू हो जाता है, तो ये सारा आयुर्वेद में इनका यूज होता है. ये जड़ी बूटी दिखाओ. ये आपका ഇപ്പം നിങ്ങൾ പറയുന്നത് ഇവിടെ ഇഷ്ടം പോലെ ആയുർവേദം മരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം ഒരു മരുന്ന് കാണിക്കാന്ന് പറഞ്ഞു ഉള്ളത്. येलो कलर का है. हाँ, ये आपका बटर कप है. बटर कप. हाँ, ये बटर कप हो गया. इसका मेडिसिन वैल्यू है. ये आ गया आपका
ये एक तरीके का जहरीला पौधा है। अच्छा, हाँ, जहरीला पौधा। വിഷമുള്ള ഒരു ചെടിയാണിത്. हाँ, ये आपका जहरीला है। हाँ। और इसमें आपका पिमोला हो गया। पिमोला। हाँ, ये आपका वाइलोवा एस्टिंगुएना। अच्छा। मैं बोला था ना छोटे कलर में होगा। अच्छा। अभी ये उगना स्टार्ट हो रहा है, बहुत छोटा है एकदम। हाँ, 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 4 पत्तियां आ रही है, बहुत अगर गहराई से हम देखेंगे हाँ, तो इसमें तो दिक्कत 4 आ रहा है। पत्तियां आ रही, छोटी सी। ये थोड़ा ക്യൂനോ. ആ, ഇത് ക്യൂനോ എന്ന് പറയുന്ന പച്ചമരുന്നാണ്. എന്താ പറഞ്ഞത് നിങ്ങൾ ഈ കാണുന്നത് ക്യൂനോ. നമ്മൾ നടന്നു അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തെത്താറായി. ആ, ഒരു പൂജാരിയും കാണുന്നുണ്ട്, കണ്ടില്ലേ? നമുക്ക് അങ്ങോട്ട് നടക്കാം. നമ്മൾ നടന്ന് അമ്പലത്തിനടുത്തി ഒരു പൂജാരി നിൽപ്പുണ്ട്, കണ്ടില്ലേ? ഈ അമ്പലമാണ് 6 മാസത്തേക്ക് തുറക്കുന്ന അമ്പലമാണ്. അയ്യോ, ഇവിടെ നിന്ന് നമുക്ക് ഈ 1/2 കിലോമീറ്റർ നടന്നാലേ നമുക്ക് നമ്മുടെ മെഡോസിലെത്താൻ ഒക്കത്തുള്ളൂ, കണ്ടില്ലേ? ഗുസോൺ ബുഗിയാറിലെ ചെറിയ അമ്പലമാണിത്. മഞ്ഞ് മാറുമ്പോൾ മാത്രം തുറക്കുന്ന അമ്പലം 6-7 മാസം എല്ലാ വർഷവും അടഞ്ഞു തന്നെ കിടക്കും. ഈ പൂജാരി താഴെ ജോഷിമഠിൽ നിന്നുമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പൂജാരിക്ക് ചെറിയൊരു ദക്ഷിണ കൊടുത്തിട്ട് അയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞു. കണ്ടോ, വരുന്നുണ്ട്. ഓൾമോസ്റ്റ് മെഡോസ് എത്തിക്കഴിഞ്ഞാണ് പറയുന്നത്. വേറെ നല്ല നിറമുള്ള പൂക്കൾ, നല്ല കടും ചുവപ്പ് നിറം, ചെറിയ റോസ് കളറും ഉണ്ട്. നല്ല പൂക്കൾ, ഹിമാലയത്തിൽ മാത്രം കാണാൻ കഴിയുന്ന പൂക്കളാണ് ഇതൊക്കെ. पोंटेंटिला एस्टिंगुएना। ये पोंटेंटिलाയാണ്. हाँ, ये पोंटेंटिला है। हाँ, ये पोंटेंटिला एस्टिंग, ये पोंटेंटिला एस्टिंग, स्ट्रिंग. हाँ, और ये पोंटेंटिला एस्टिंगुएना। ये पोंटेंटिला एस्टिंगुएना. അങ്ങനെ 3 നിറത്തിലുള്ള ഫ്ലവേഴ്സിനും ഓരോരോ പേരാണ്. सबसे अब देखिए पत्तियां सबकी सेम है। സെയിം കട. हाँ, लेकिन कलर चेंज है। ആ, നടന്ന് ഗുസോൺ ബുഗിയാറിൽ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, കുറച്ച് പരന്ന ഭൂപ്രദേശമാണ്. ഓൾമോസ്റ്റ് 2.5 മണിക്കൂർ എടുത്തു ഇവിടെ എത്താൻ. ഇതൊക്കെ നടന്നതുകൊണ്ട് നടന്നു വരുവാണെങ്കിൽ നമ്മൾ സ്ഥലമൊക്കെ കണ്ടുവരുമ്പോൾ അത്ര സമയം എടുക്കും. അതാണ് ഐഡിയയിൽ. മഞ്ഞുള്ള സമയത്ത് നമുക്ക് നടന്നു വരാൻ പറ്റില്ല, കുതിര തന്നെ ആശ്രയം. റിസ്ക്കുമാണ്, മനസ്സിലായില്ല, മൊത്തം ചെളിയായിരിക്കും ഇവിടെയൊക്കെ. ഇതാ ഇവിടെ കുറേ പക്ഷികൾ മെയ്യുന്നുണ്ട്. ദൂരെ ഒരു കോവർ കഴുതി ഇങ്ങനെ മെയ്യുന്നു. ഞങ്ങളിപ്പം 360 ഡിഗ്രി വ്യൂ പോയിന്റിലേക്ക് നടക്കുകയാണ്. ഇവിടെ നമുക്കിങ്ങനെ ബിഡോസ് കാണാൻ, കണ്ടില്ലേ? മരങ്ങളില്ല, പുൽമേടുകളാണ്. അപ്പം മൃഗങ്ങൾക്ക് തിന്നാൻ ഇഷ്ടം പോലെ പോച്ചയും ഒക്കെ ഉണ്ട്, കണ്ടില്ലേ? അങ്ങ് ദൂരെ 360 ഡിഗ്രി വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. അവിടെ ആയിരിക്കും നമുക്ക് പോകേണ്ടതെന്ന് ഉദ്ദേശിക്കുന്നു. ഇനിയും കണ്ടില്ലേ, കുറേ ഏറെ കയറി നമുക്ക് കയറാനുണ്ട്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് വളരെയേറെ വൈൽഡ് സ്ട്രോബെറി കിട്ടി. നല്ല മധുരമുള്ള വൈൽഡ് സ്ട്രോബെറി. ഹിമാലയത്തിലെ തുളസിയാണ്, നമുക്കൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കാം. ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് 360 ഡിഗ്രി വ്യൂ പോയിന്റിൻ്റെ അടുത്തെത്താറായി. ഏതാണ്ട്
3 മണിക്കൂറോളം സമയമായി ഞങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്കുള്ള വഴി കവർ ചെയ്യാൻ. ഞങ്ങളങ്ങനെ 360 ഡിഗ്രി വ്യൂ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ടോപ്പായിട്ടുള്ള മെഡോ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളെ സ്വീകരിക്കുകയാണ് ഒരു ചെറിയ മഴ, അതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ ഉണ്ട് ഇവിടെ എത്താൻ. നമ്മൾ സ്പീഡ് അടക്കാൻ 2 മണിക്കൂർ എത്താം. പക്ഷേ നിങ്ങൾ നിന്നും കണ്ടു 2.5-3 മണിക്കൂർ നമുക്ക് എത്താനായിരിക്കും. താങ്ക് യു. ഗുർസോൺ ബുഗിയാനെ പറ്റിയുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.